ചങ്ങായിമാർ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ഈദ് മുബാറക്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. എന്റെ ചാനൽ ഉണ്ടല്ല, ഇസ്രായേലിലെ സംഖ്യകളെയും ക്രിസംഖ്യകളെ കുറിച്ച് വല്ലാണ്ട് പറയുന്നുണ്ട്. എന്റെ ചാനൽ അവരെല്ലാം കൂടി പൂട്ടിക്കേണ്ട പരിപാടിയാണ്. അതിനുവേണ്ടി ഇസ്രായേലിലെ സംഖ്യകളും ക്രിസംഖ്യകളും പിന്നെ കേരളത്തിലെ സംഖ്യകളും ക്രിസംഖ്യകളും അഹോരാത്രം പണിയെടുത്തോണ്ടേയിരിക്കുന്നു. ഫേസ്ബുക്ക് വഴിയുണ്ടല്ലോ അതിന്റെ പ്രചാരണം, വമ്പിച്ച പ്രചരണം അവർ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് രണ്ടാൾക്കാരാണ്. അതിൽ ആദ്യത്തത് ജിബി യോഹൻ എന്ന പേരുള്ള ഇസ്രായേലിലെ ക്രിസംഖി, മറ്റൊന്ന് അത് വേറെ ആരുമല്ല, നമ്മൾ അഖിലിസേച്ചി ഇസ്രായേലിലെ സംഖ്യകളിലെ ഇവർ രണ്ടാളും കൂടിയിട്ടാണ് എന്റെ ചാനൽ പൂട്ടിക്കാനുള്ള ഘോരമായ ശ്രമം തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുണ്ടല്ല എന്റെ 1-2 വീഡിയോ ഒക്കെ അവര് കോപ്പറേറ്റ് അടിച്ചേരും ചെയ്തു. എന്തൊക്കെ ചെയ്താലും സംഘികളെ ക്രിസംഖികളെ നിങ്ങൾക്കെതിരെയുള്ള എന്റെ വീഡിയോ ഉണ്ടല്ല തുടരുക തന്നെ ചെയ്യും. അത് എത്ര കാലം എന്റെ ചാനൽ എത്ര കാലം ഉണ്ടോ അതുവരെ ഞാൻ തുടരുക തന്നെ ചെയ്യും. എന്താണ് നമുക്ക് ആദ്യം തന്നെ ഇസ്രായേലിലെ ജിബി യോഹൻ എന്ന ക്രിസംഖി എനിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വന്നാലോ? ആദ്യം തന്നെ എന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ് കേട്ടോ: ഇസ്രായേൽ യുദ്ധം വരുമ്പോൾ ഇസ്രായേൽ മലയാളികളുടെ വീഡിയോ വെച്ച് എരിവ് കയറ്റി റേഷൻ അരി മേടിക്കുന്ന റാമോ ഹൈ. എന്റെ ഫോട്ടോ എന്റെ ചാനലിന്റെ ലിങ്ക് എല്ലാം മൂപ്പർ കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ലവന്മാരെ വിചാരം ലവന്മാരെ വെച്ചിട്ടാണ് ഞാൻ അരി വാങ്ങുന്നത്. എന്റെ വേട്ടാവളിയും പറ എനക്കൊരു നല്ല ജോലിയുണ്ട്, ഞാനൊരു നല്ല ആശാരി പണിക്കാരനാണ്, അതിന്ന് കിട്ടുന്ന പൈസ മതി എനിക്ക് നല്ലോണം ജീവിക്കാൻ വേണ്ടി കേട്ടാ. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലവന്മാരെ കുരു ഉണ്ടല്ല എന്റെ വീഡിയോ കാണുമ്പോൾ ലവന്മാരെ കുരു നല്ലോണം പൊട്ടുന്നറിയുന്നുണ്ട്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഈ ക്രിസംഖി എന്നെ കുറിച്ച് ബാക്കി എന്താണ് എഴുതിയെന്ന് ഒന്ന് കേട്ടിട്ട് വന്നാലോ? ആദ്യമേ തന്നെ പറയട്ടെ, ഈ ചിത്രത്തിൽ കാണുന്നവൻ വിവരക്കേട് പറയുന്ന യൂട്യൂബർ അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധം വരുമ്പോൾ ഇസ്രായേലിൽ നിന്നോ ആരെങ്കിലും സുരക്ഷിതർ എന്ന് വീഡിയോ ഇട്ടാൽ കലിപ്പുമൂത്ത് അതിനെതിരെ വീഡിയോ ഇട്ട് റേഷൻ അരി മേടിച്ച് കുടുംബം നോക്കുന്ന വിവരം കെട്ടവനുള്ള മറുപടിയാണിത്. എനിക്കുള്ള മറുപടി അവലും കിട്ടിയത്. ഒന്നാമത് ഞാൻ ഇസ്രായേൽ മുറ്റത്ത് ഇരുന്ന് ഒരു വീഡിയോ ചെയ്തു. അപ്പൊ അത് എടുത്തു വെച്ച് ബങ്കറിൽ ഒളിച്ചിരിക്കുന്നത് എന്ന തലക്കെട്ട് വെച്ച് എന്തോ വലിയ സംഭവം എന്നെ പോലെ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു. എടാ പൊട്ട, നിന്റെ കണ്ണിൽ ഇരുട്ട് ബാധിച്ചിരിക്കുന്നു, എന്റെ കണ്ണിൽ ഇരുട്ട് ബാധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ അഖില സലായ്, അതായത് നമ്മൾ അഖില സെച്ചി എന്ന സഹോദരി ജെറുസലേം സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു സുരക്ഷിതർ എന്ന വീഡിയോ ചെയ്തപ്പോൾ ഹിന്ദു വിശ്വാസത്തിൽ ജീവിക്കുന്ന ആ സഹപ്രവർത്തകയെ ക്രിസംഖി എന്ന് വിളിച്ചു ആക്ഷേപിക്കുന്നു. യാ മോനെ, എന്താണ് നമുക്ക് ആദ്യം തന്നെ ഈ പോസ്റ്റിന് നല്ലൊരു മറുപടി കൊടുക്കാം. ഹിന്ദു വിശ്വാസത്തിൽ ജീവിക്കുന്ന നമ്മളെ അഖിലസേച്ചില്ലേ, നമ്മളെ സംഘിനെ അഖിലസേച്ചിനെ ഞാൻ ക്രിസംഖി എന്ന് വിളിച്ചു. ഡാ വെട്ടാവളിയ, ഡാ മരപ്പൊട്ട, ഞാൻ അവരുണ്ടല്ല സംഘി കുലശ്രീ സംഘിണി എന്ന് മാത്രമേ വിളിച്ചുള്ളൂ. അവർ ഞാൻ ക്രിസംഖിന്ന് എവിടെയും വിളിച്ചിട്ടില്ല. പിന്നെ നീ പറഞ്ഞു നീ പുറത്തു നിന്ന് ചെയ്ത വീഡിയോ ഞാൻ നീ ബംഗറിൽ നിന്ന് ചെയ്തെന്നും പറഞ്ഞ് എവിടെയോ പറഞ്ഞിരുന്നു. ഇടാ നീ 20 വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 19 വീഡിയോ ഉണ്ടല്ല ബംഗറിന്റെ ഉള്ളിലാണ്. ഒരു വീഡിയോ മാത്രമായിരിക്കും ചിലപ്പോ നീ പുറത്ത് ചെയ്യുന്നുണ്ടാവുക. ആ പുറത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ തലയുണ്ടല്ല മുകളിലോട്ടായിരിക്കും. മിസൈലെങ്ങാനും താഴോട്ട് വരുന്നുണ്ടോന്ന് അത്ര പേടിച്ചിട്ടായിരിക്കും നീ പുറത്തുനിന്ന് ചെയ്യുന്ന ആ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ നീ പേടിക്കുന്ന കാര്യമില്ലേ, അത് മാത്രമേ ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് ഇത്രയും പേടിയുണ്ടെങ്കിൽ നീ പിന്നെ എന്തിനാണ് പുറത്തിരുന്ന് വീഡിയോ ചെയ്തത്? ബങ്കർ പോയിരുന്ന് വീഡിയോ ചെയ്താൽ പോരെ. പിന്നെ നീ പറഞ്ഞ പോലെ ഇസ്രായേൽ ആരെങ്കിലും ഞാൻ സുരക്ഷിത എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവർക്കെതിരെയൊന്നും വീഡിയോ ചെയ്യാറേയില്ല. പക്ഷെ ആ വീഡിയോയിൽ പച്ച വർഗീയതയും വൃത്തികേടും പറ്റണമെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതാരായാലും അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്, അതിനെ അങ്ങോട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള വൃത്തികെട്ട വീഡിയോ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നീ നിന്റെ അഖിലസേച്ചിയുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാക്കെതിരെ ഞാൻ കൂടെ വീഡിയോ ചെയ്യുന്നത്. നമുക്കിനി എന്തായാലും ഇവന്റെ അടുത്ത കുരുപൊട്ടിയുള്ള എനിക്കെതിരുള്ള ആ പോസ്റ്റും കൂടി ഒന്ന് വായിച്ചാലോ? അല്ലയോ വിഡ്ഢി കൂഷ്മാണ്ഡമേ, ഇവിടെ എത്രയോ ഇസ്രായേൽ മലയാളികൾ നല്ല മുസ്ലിം കുടുംബത്തിൽ കെയർ ഗിവർ ജോലി ചെയ്യുന്നു എന്ന് നിനക്കറിയാമോ? ഇവിടെ ഇസ്രായേൽ ജോലി ചെയ്യുന്നവർ മതവും ജാതിയും നോക്കിയല്ല കെയർ ഗിവർ ജോലി എടുക്കുന്നത്. നാട്ടിൽ നിന്ന് പല നഴ്സുമാരും മാന്യമായ സാലറി ഇല്ലാതെ സമരം ചെയ്യുമ്പോൾ ഇവിടെ യുദ്ധ സാഹചര്യത്തിൽ പോലും ഞങ്ങൾക്ക് ആഹാരമോ സാലറിയോ ഇന്റർനെറ്റോ കറണ്ടോ ഒന്നും പോകാതെ ഈ സുരക്ഷിതത്വത്തിൽ സന്തോഷമാണെന്ന് പറയുമ്പോൾ സഹോദരന് സഹിക്കണില്ല എങ്കിൽ സ്വയം പരിശോധിക്കുക. മരിക്കാത്തവർ മരിച്ചെന്ന് പറയണമായിരുന്നോ? അതോ ഞങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുകയാണെന്ന പച്ചക്കള്ളം പറയണമായിരുന്നോ? ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ പ്രവാസിയും അവന്റെ കുടുംബത്തെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ സുരക്ഷിതർ അല്ലെങ്കിൽ ഇവിടെ ആരും നിൽക്കില്ല. എന്തായാലും എന്നെ വിഡ്ഢിക്കുഷ്മാണ്ഡം എന്ന് വിളിച്ച ഈ ബുദ്ധിമാനോട് ഞാനൊരു കാര്യം പറട്ടെ. അവിടെ ഉണ്ടല്ല നീ പറഞ്ഞതുപോലെ ഒന്നല്ല, അതായത് ഇസ്രായേൽ ഉണ്ടല്ല 1% പോലും മുസ്ലിം വീട്ടിൽ കെയർ ഗിവർമാർ ജോലി ചെയ്യുന്നില്ല. എന്റെ വേട്ടാവളിയ. കാരണം മുസ്ലിം കുടുംബത്തിലുണ്ടല്ലോ അവിടെ പ്രായമായവരെ നോക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിലെ ആരെങ്കിലും ഉണ്ടാവും എന്റെ വേട്ടാവളിയ. നേരെ മറിച്ച് 90% ജൂതന്മാർ
പെങ്ങന്മാരുടെ വീട്ടിലും പ്രായമായവരെ നോക്കാൻ വേണ്ടി ഒരു കുട്ടി പോലും ഉണ്ടാവൂല. അവരിൽ കുറെ എണ്ണം ഉണ്ടല്ലോ ജോലിക്ക് എന്ന് പറഞ്ഞ് പുറത്തു പോയിട്ടുണ്ടാവും. ഇനി ജോലിക്ക് എന്ന് പറഞ്ഞ് പുറത്തു പോകാത്തവര് വേറെ സ്ഥലത്ത് വീടെടുത്തിട്ട് സുഖമായിട്ട് ഇവരൊന്നും ഇല്ലാതെ സുഖമായി ജീവിക്കുന്നുണ്ടാവും. അത് മതിയല്ല നീയൊക്കെ പൊക്കി പറഞ്ഞ ജൂതന്മാരുടെ മനുഷ്യത്വവും സ്നേഹവും മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അവന്മാരാണ് പൈസ കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഹോം നേഴ്സുമാരാ അവിടെ വെക്കുന്നത്. എന്റെ ജിബി ക്രിസംഗി ഇവന്റെയൊക്കെ വിചാരമുണ്ടല്ലോ ഇസ്രായേലിൽ നിന്നിട്ട് പച്ച കള്ളം പറഞ്ഞെങ്കിൽ നമുക്കൊന്നും അറിയില്ല, നമുക്കൊന്നും മനസ്സിലാകൂല എന്നാണ്. പിന്നെ നീ ചോദിച്ചു നീ അവിടെ നിന്ന് വീണ് ചെയ്യുമ്പോൾ മരിക്കാത്തവര് മരിച്ചു എന്ന് പറയണോ? എന്റെ പോലെ ജിബിയോന്നെ നീ മരിക്കാത്തവര് മരിച്ചെന്നൊന്നും പറയണ്ട. നിന്റെ നെതന്യാവൂല്ലേ മൂപ്പർ ജീവനോട് ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ഒന്ന് ലൈവായിട്ട് നാട്ടുകാരുടെ മുന്നിട്ടല്ല ഏതെങ്കിലും മാർക്കറ്റിലൂട്ടാ ഒന്ന് നടക്കാൻ പറയോ നീ? അത്രമാത്രം ചെയ്താൽ മതി. നീ ഈ വീഡിയോ നിർമ്മാണം ഉണ്ടല്ല തൽക്കാലം അതൊക്കെ നിർത്താൻ പറ. ഇനി നമുക്ക് ഇവൻ കുരുപൊട്ടിട്ട് അടുത്തതായിട്ട് എന്നെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഒന്ന് കേട്ടിട്ട് വന്നാലോ? പക്ഷെ അതിനിടയിലും ഇസ്രായേലിന്റെ കുറ്റം പറഞ്ഞു പച്ച നുണ പറഞ്ഞുകൊണ്ട് ഒരാൾ വീഡിയോ ഇട്ടപ്പോൾ ഇസ്രായേലിലെ നന്മ മലയാളി എന്ന് വിശേഷിപ്പിച്ചു ഒരു വീഡിയോ താങ്കൾ ഇട്ടു. ആ സഹോദരിയോട് നീ തന്നെ ചോദിക്കണം അവരുടെ ബന്ധുക്കൾ എത്ര പേര് ഇവിടെ ജോലി ചെയ്യുന്നുവെന്ന്, എത്ര കൊല്ലമായി ഇവിടെ ജോലി ചെയ്യുന്നുവെന്ന്. അപ്പോ പറയും 3-4 പേര് ഒരു കുടുംബത്തിൽ നിന്നും ഇസ്രായേൽ ജോലി ചെയ്യുന്നുവെന്ന്. സുരക്ഷിതം അല്ലാത്തോണ്ടാവും അല്ലേ ഇവിടെ നിൽക്കുന്നത്? അതൊക്കെ അറിഞ്ഞു വേണം ഇവിടെ സേഫ്റ്റി ഇല്ല, ബസ് ഇല്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ. തലയിൽ അല്പം മൂളം ഉണ്ടെങ്കിൽ ആ സഹോദരി 15 മിനിറ്റ് നിന്നും വീഡിയോ ചെയ്തത് ഇസ്രായേൽ തെരുവിൽ നിന്ന് തന്നെ. ഇവനിപ്പം കുറ്റം പറഞ്ഞ ഇസ്രായേലിലെ ആ ചേച്ചിയതാ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനൊരു വീഡിയോ പങ്കുവെച്ചില്ല ഇസ്രായേലിലെ യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേലിന്റെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഒരു ചേച്ചി പറഞ്ഞ വീഡിയോ. ആ ചേച്ചിയാണ് ഇവനൊക്കെ ഇപ്പൊ കുറ്റം പറഞ്ഞത്. ആ ചേച്ചി ഉണ്ടല്ല ഇസ്രായേലിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇവനൊക്കെ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എടാ വേട്ടാവളിയ അവരൊക്കെയുള്ള ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് അവിടെ ജോലി ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഓരോരോ വിസക്കുണ്ടല്ല. ഇസ്രായേലിലേക്ക് ഒരാൾ ഓരോരോ വിസക്കുണ്ടല്ല 15 മുതൽ 20 ലക്ഷം വരെ ചെലവുണ്ട് എന്റെ വേട്ടാവളിയ. അത് നീയും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോഴല്ല ചിലപ്പോഴല്ല വീട് പണയം വെച്ചിട്ടും ബാങ്കിന്ന് ലോൺ എടുത്തിട്ടും അങ്ങനെ ഒരുപാട് കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും ആ പാവങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഒന്നുമില്ലെങ്കിലും വേറൊന്നും കിട്ടിയില്ലെങ്കിലും ആ കടവില്ലേ ഉണ്ടാക്കിയ ആ കടവില്ലേ ആ കടം തീർക്കാതെ അവരെങ്ങനെയാണ് അവിടെ നിന്ന് തിരിച്ചു വരിക? നിനക്കൊക്കെ ഉണ്ടല്ലോ അവിടെ താമസിച്ചിട്ട് പോലും അവരുടെ വിഷമം ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കാനുള്ള മനുഷ്യത്വം ഇല്ലാണ്ടായി പോയല്ലോ. നമുക്കെന്തായാലും ഈ ക്രിസംഗി മോറൻ അവസാനമായിട്ട് എന്നെ കുറിച്ച് എന്താണ് പറഞ്ഞത് കേട്ടിട്ട് വന്നാലോ? 24 മണിക്കൂർ അലാറം അടിക്കുന്നെങ്കിൽ ആ സഹോദരി ഇരുന്ന് വീഡിയോ ചെയ്യേണ്ടത് ബങ്കറിലാണ്. അതുപോലും ചിന്തിക്കാതെ കിട്ടിയ വീഡിയോ കൊണ്ട് ക്യാമറ ഓണാക്കി പച്ച വർഗീയത പറയുന്ന താങ്കളുടെ നിലപാട് ഒന്ന് പരിശോധിക്കുക. എന്റെ നിലപാട് ഇവിടെ 10% മലയാളികൾ പരിപാലിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളുടെ അപ്പച്ചനെ അമ്മച്ചിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ താങ്കൾക്ക് കണ്ണിൽ കണ്ണുനീർ വരുന്നില്ല എങ്കിൽ മനസ്സിൽ ഓർത്തോളൂ. വീണ്ടും പച്ചക്കള്ളം പറയില്ല എന്റെ വേട്ടാവളിയ. ഞാൻ പറഞ്ഞില്ലേ 10% ഒന്നല്ല, 1% പോലുമില്ല. അതിലും കുറവ് മാത്രമേ മുസ്ലിം വീടുകളിൽ ഹോം നേഴ്സുമാർ ഉള്ളൂ എന്റെ വേട്ടാവളിയ. വെറുതെ ഇങ്ങനെ പച്ചക്കള്ളം വീണ്ടും പറയില്ല കേട്ടാ. പിന്നെ പ്രവാസി മതം നോക്കിയല്ല പ്രവാസം എടുക്കുന്നത്. അടിപൊളി നീയൊക്കെ ഉണ്ടല്ല മതം മാത്രം നോക്കിയിട്ടാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. നിന്റെ ഓരോ വീഡിയോ ഉണ്ടല്ല ഓരോ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാകുന്നുണ്ട്. മാതാപിതാക്കൾ കേരള മാപ്ര വാർത്തകൾ കണ്ട് ചങ്ക് പൊട്ടി വിളിക്കുമ്പോൾ കേരള മാപ്രകൾക്കെതിരെ ശബ്ദം ഉയർത്തിയാൽ സാധനം സഹിക്കുന്നില്ലെങ്കിൽ സ്വയം കണ്ണാടിയിൽ നോക്കി താങ്കൾ പറയണം താൻ ഒരു മനുഷ്യൻ അല്ല എന്ന്. ഞാനൊരു മനുഷ്യനല്ല എന്ന് ഏതൊരാളോടും ചോദിച്ചിട്ടുണ്ടല്ല കൃത്യമായിട്ട് പറയും. നീ ഉണ്ടല്ല നീയൊന്നൊരു മനുഷ്യനല്ല എന്ന് ഏതൊരാളും പറയും. വേറെ എവിടെയല്ല ഇസ്രായേലുള്ള ആൾക്കാരുണ്ടല്ല അവര് തന്നെ പറയും നിന്നെപ്പോൾ തന്നെ വൃത്തികെട്ടവൻ ലോകത്ത് എവിടെയില്ല എന്ന്. ഇനി മാന്യതയിട്ട വീഡിയോ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ എന്റെ വീഡിയോയുടെ ലിങ്കും പിന്നെ എന്റെ ചാനലിന്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എന്റെ ചാനൽ പൂട്ടിക്കാനുള്ള എല്ലാ ശ്രമവും ഇവന്മാർ നടത്തുന്നുണ്ട്. പറ്റും പോലെ ശ്രമിക്കും. നിനക്കൊക്കെ എന്താണോ ആവുക അതൊക്കെ നീ ചെയ്യും. ഇസ്രായേൽ നെതന്യാവിനെ ഷൂ പോളിഷ് ചെയ്യുന്ന നിന്നെയുണ്ടല്ല നിന്നെ പേടിച്ചിട്ട് ഞാനുണ്ടല്ല വീഡിയോ ചെയ്യുന്നത് നിർത്തൂല വേട്ടാവളിയ. നീയൊക്കെ അവിടുന്ന് പറഞ്ഞ വൃത്തികേടില്ലേ അതിനെതിരെ ഞാൻ എപ്പോഴും തിരിച്ച് പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. നീയൊക്കെ ഉണ്ടല്ല എന്തൊക്കെ നന്മമരം ആകാൻ നോക്കിയാലുണ്ടല്ല നിന്റെയൊക്കെ മനസ്സിലുള്ള വർഗീയത ഉണ്ടല്ല അതിങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നിന്റെ മുസ്ലിം വിരോധം ഉണ്ടല്ല അത് പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നീയൊക്കെ ചാനൽ പൂട്ടിക്കാൻ നോക്കിയാലും ഇനി പൂട്ടിച്ചാലുണ്ടല്ല നിന്നെ പോലത്തെ ക്രിസംഗി വർണ്ണങ്ങളോട് യാതൊരു സന്ധി എനക്കില്ല. നിന്നോടൊക്കെയുള്ള ശക്തമായ പ്രതികരണം ഉണ്ടല്ല അതെന്റെ ചാനൽ ഉള്ളിടത്തോളം കാലല്ല എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം ഉണ്ടല്ല ഞാൻ തുടരുക തന്നെ ചെയ്യും. അപ്പൊ എന്റെ ക്രിസംഗി മോനും സംഗി മോളിലെ അഖിലസേച്ചി എല്ലാരും കൂടി ഉണ്ടല്ല നോക്ക് എന്റെ ചാനൽ പൂട്ടിക്കാൻ പറ്റും പോലെ നോക്ക്. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഈദ് മുബാറക്ക്. പിന്നെ എല്ലാവർക്കും എന്റെ നല്ലൊരു സുലാൻ.